നമസ്കാരം ഗൈസ്, പോക്കോ X3 പ്രോൻ്റെ ഗെയിമിംഗ് റിവ്യൂ. അതായത് പോക്കോ X3 പ്രോ ഗെയിം കളിക്കും, അതേപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ടെസ്റ്റ്, അതേപോലെ തന്നെ ഹീറ്റിംഗ് ടെസ്റ്റ്, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കിടുക്കാച്ചി ഫോണാണ് ഗൈസ് പോക്കോ X3 പ്രോ. ഗെയിമേഴ്സിന് പറ്റിയൊരു വേറെ ലെവൽ ഫോണാണ്. കുറഞ്ഞ റേറ്റിൽ 20,000 രൂപക്ക് താഴെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ വേണമെങ്കിൽ പറയാം. കാരണം സ്നാപ്ഡ്രാഗൺ 860 എന്നുള്ള ഒരു ഗെയിമിംഗ് പ്രോസസ്സറാണ് അതിലുള്ളത്. സോ വളരെ എന്താ പറയുക, പ്രോ ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി പ്രോസസ്സറാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് PUBG വെച്ചിട്ടാണ്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വേണ്ടി വരുന്നൊരു ഗെയിമാണ് PUBG മൊബൈൽ. സോ അത് മാത്രം കളിച്ചാൽ നമുക്ക് മനസ്സിലാവും ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കേട്ടോ. സോ കിടുക്കാച്ചിയാണ്, വേറെ ലെവലാണ്. വീഡിയോ അവസാനം വരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. സ്ക്രീൻ റെക്കോർഡിങ്ങും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്ക്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നേരെ നമുക്ക് വീഡിയോ കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ PUBG ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് ക്യാമോ അതിൻ്റോടൊപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അൾട്രാ HDയിൽ അൾട്രാ ഫ്രെയിം റേറ്റിൽ കളിക്കാം. അപ്പോൾ ഏറ്റവും ഹൈ ഗ്രാഫിക്സിലാണ് നമ്മളിപ്പോൾ കളിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈം. അപ്പോൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആർക്കേഡാണ് കളിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ കളിക്കുന്നില്ല. അപ്പോൾ ചാർജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 58% ആയിട്ടുള്ളത്. 1:55 സമയം. ഓക്കെ, അപ്പോൾ നമുക്കിനി കളി നോക്കാം, മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ പ്ലേയിങ് അല്ല, എങ്ങനെയുണ്ട് ഗ്രാഫിക്സ്, എങ്ങനെ ലാഗോ കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. എൻ്റെ കളിക്കുന്നത് നോക്കണ്ട, കാരണം ഞാനൊരു പ്രോ ഒന്നല്ല. സോ നിങ്ങൾ എങ്ങനെയുണ്ട് ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ലാഗോ എന്തെങ്കിലും ഫ്രെയിം ഡ്രോപ്പൊക്കെ വരുന്നുണ്ടോ നോക്കാം. റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ഫ്രെയിം മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം കറക്റ്റ് ഫ്രെയിം എത്ര നമുക്ക് ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും, ഹാൻഡ് ക്യാമിൻ്റെ മുകളിലായിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗെയിം പ്ലേ നോക്കുക, എവിടെയും ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത്യാവശ്യം ഏറ്റവും നല്ല ഗ്രാഫിക്സിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കളി കാണട്ടോ, കറക്റ്റായിട്ട് കളി ശ്രദ്ധിക്കാം. അപ്പോൾ എവിടെയെങ്കിലും ഫ്രെയിമോ കാര്യങ്ങളോ ഡ്രോപ്പ് ആവുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഡിവൈസിലല്ല കളിക്കാറ്, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കറക്റ്റായിട്ട് കളിക്കാൻ വയ്ക്കില്ല, കാരണം എൻ്റെ സെൻസിറ്റിവിറ്റിയും എൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആണ്. ഗൈസ്, അപ്പോൾ അൾട്രാ HDയിലാണ് നമ്മൾ ഇത്രയും നേരം കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ ലാഗും കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ഇനി എന്തായാലും നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഹീറ്റിംഗ് വലിയ രീതിയിലൊന്നും ഹീറ്റിംഗ് വന്നിട്ടില്ല. ചാർജ് നോക്കാം. ഇപ്പോൾ ഏകദേശം 55% ആയിട്ടുണ്ട്. സമയം 2:02. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 7 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 3% കുറഞ്ഞിട്ടുള്ളൂ. അൾട്രാ HDയിലാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ HDR എന്ന ഗ്രാഫിക്സിൽ എങ്ങനെ കളിക്കാം എന്നാണ് നോക്കാം. എത്രത്തോളം നമുക്ക് പെർഫോമൻസ് കിട്ടും നോക്കാം. എക്സ്ട്രീമാണ് ഫ്രെയിം റേറ്റ് ഇട്ടുള്ളത്. HDRലാണ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചാർജ് നോക്കുകയാണെങ്കിൽ 53% ഉള്ളത്. സമയം 2:07 അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, HDRൽ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പ് വല്ലതും ഉണ്ടോ നോക്കാം. റൈറ്റ് സൈഡിലായിട്ട് ഫ്രെയിം മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് HDRൽ എക്സ്ട്രീം ഫ്രെയിം റേറ്റിൽ കളിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. അൾട്രാ HDൻ്റെ പോലെ തന്നെ ഇതിലും ഗ്രാഫിക്സ് ഉണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഷാഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ലാഗും കാര്യങ്ങളൊന്നും വരുന്നിട്ടില്ല. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ ഗെയിം പ്ലേ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയുണ്ട് ലാഗോ പെർഫോമൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗേസ് അപ്പോൾ HDR-ലാണ് ഇപ്പോൾ നമ്മൾ കളിച്ചത്, എക്സ്ട്രീം കേട്ടോ. ഏകദേശം കുറച്ച് നേരം നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാർജും കാര്യങ്ങളും എന്തെങ്കിലും നോക്കാം. ഫ്രെയിം ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. ചാർജ് നോക്കുകയാണെങ്കിൽ 51% ഉണ്ട്. സമയം 2:13. സോ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ സ്മൂത്തിൽ എക്സ്ട്രീം ഇട്ടിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഈ മൂന്നിലും കളിച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് ചാർജും കാര്യങ്ങളൊക്കെ എന്നൊക്കെ. സോ ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നും ഉണ്ടില്ല. ചാർജും വലിയ കുഴപ്പമൊന്നുമില്ല. 4500 mAh ബാറ്ററി കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ രാത്രിയൊക്കെ കളിക്കുമ്പോൾ ഇത്രയും രീതിയിൽ ചാർജ് ഡ്രോപ്പ് ആവില്ല കേട്ടോ. ഇതൊരു എന്താ പറയുക, നമ്മൾ നല്ല ഹീറ്റുള്ള അല്ലെങ്കിൽ നല്ലൊരു ചൂടുള്ള കണ്ടീഷനിലാണ് നമ്മൾ കളിക്കുന്നത്, റൂം ടെമ്പറേച്ചറിലാണ്. സോ വലിയ രീതിയിൽ കുഴപ്പങ്ങളും കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്മൂത്തിൽ എക്സ്ട്രീം ഫ്രെയിം റേറ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ ഗ്രാഫിക്സ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 860 നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ജസ്റ്റ് ഇതിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫ്രെയിം മീറ്റർ കാണാം, ടോപ്പിൽ ഹാൻഡ് ക്യാമിൻ്റെ മുകളിലായിട്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു മാച്ചും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ഇപ്പോൾ സ്മൂത്തിൽ എക്സ്ട്രീമാണ് നിങ്ങൾ കണ്ടത്. കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഓവറോൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഗെയിമിലുള്ള പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ നമുക്ക് പബ്ജിയും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ചാർജ് നോക്കുകയാണെങ്കിൽ 49% അടുത്ത് ചാർജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2:17 സമയം. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ചാർജ് ഡ്രോപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കിയതിൽ വെച്ച് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അൾട്രാ HDയിൽ വരെ ചെറിയൊരു ചാർജ് ഡ്രോപ്പ് വന്നിട്ടുള്ളൂ. അതും വലിയൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാ ഗ്രാഫിക്സിലും കളിക്കാനായിട്ട് നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഗെയിം നിർത്തുന്ന സമയത്ത് തന്നെ ഫോണ് നല്ല രീതിക്ക് കൂളാവുന്നുണ്ട്. നോർമൽ ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? കിടുക്കാച്ച് പറഞ്ഞാൽ വേറെ ലെവൽ പ്രോസസ്സർ അല്ലേ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 860 സീരീസിൽ ഞാൻ എന്തെങ്കിലും ഗെയിം കളിച്ചിട്ടില്ല. വേറെ ലെവൽ എക്സ്പീരിയൻസ് ഗൈസ്. ഓക്കെ, നമുക്ക് അൾട്രാ HDയിൽ വരെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ ലെവൽ ഗ്രാഫിക്സ്, വേറെ ലെവൽ പെർഫോമൻസ്, ഒക്കെ ഒരു രക്ഷയില്ല. കിടുക്കാച്ചി പെർഫോമൻസ് അത്ര തന്നെ പറയാനുള്ളൂ. ഹീറ്റിംഗ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട്. നമ്മൾ ഗെയിമിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്ന ടൈമിൽ തന്നെ ഫോൺ പെട്ടെന്ന് കൂളാവുന്നുണ്ട്. ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി വർക്ക് ആവുന്നുണ്ട്. ഒരു നോർമൽ ഹീറ്റിംഗ് ആണുള്ളത്. ഓവറായിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. സോ വേറെ ലെവലാണ്, മരണം മാസാണ്. ചാർജിങ്ങും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ പബ്ജിയും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയിരുന്ന് നല്ല ഫുൾ ബ്രൈറ്റ്നെസ്സിലിട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ചാർജ് ഡ്രെയിൻ ആവും. പക്ഷേ വേറെ ലെവലാണ്, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും ക്യാമറ റിവ്യൂവും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാം. പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടതുവരെ
ബൈ.